കാരണം നമുക്കിനി ബംഗാളിന്റെ വിവരങ്ങൾ കൂടി അറിയാം. പി ബസന്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, ബി.ജെ.പിയെ സംബന്ധിച്ചൊരു ഡബിൾ ധമാക്ക ദിനമാണ്. കേരളത്തിൽ 3 സീറ്റ്, ബംഗാളിൽ മമതയെ മാറ്റിക്കൊണ്ട് വമ്പൻ തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അസാമിൽ തുടരുന്നു. എന്താണ് ബി.ജെ.പി കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആദ്യ പ്രതികരണം? മമത നേരത്തെ കൗണ്ടിംഗ് സെന്ററുകളിൽ അവസാനം വരെ പ്രവർത്തകർ നിൽക്കണമെന്നൊക്കെ ഒരു ആഹ്വാനമായി നേരത്തെ വന്നിരുന്നല്ലോ. ദ്വേഷ, ബംഗാളിൽ വലിയൊരു മുന്നേറ്റമാണ് ബി.ജെ.പി നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. SIR-ൻ്റെയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പ്രത്യാഘാതം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ആദ്യ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോഴും അവിടെ വോട്ടെണ്ണൽ നടക്കുന്നേ ഉള്ളൂ. 190-ലധികം സീറ്റുകളിൽ ബി.ജെ.പി മുന്നിട്ട് നിൽക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ 100-ൽ താഴെ സീറ്റുകളിൽ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. ഏതായാലും ഭവാനിപൂരിൽ മമതാ ബാനർജി പിന്നോട്ടാണ് എന്നുള്ള വിവരമാണ് വരുന്നത്. അതായത് വലിയ തോതിൽ തൃണമൂലിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം തൃണമൂലിനെ സഹായിക്കുമെന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന ചില സൂചനകൾ വെച്ചിട്ടാണെങ്കിൽ മുസ്ലിം വോട്ടുകൾ തൃണമൂൽ കോൺഗ്രസിലേക്കും കോൺഗ്രസ് ഇടതുപക്ഷത്തിലേക്കും പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവിടെ ഒരു ചിതറി മാറുന്ന ഒരു സാഹചര്യം മുസ്ലിം വോട്ടുകളിൽ വന്നിട്ടുണ്ട്. അത് ബി.ജെ.പിയെ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം ചെറിയ തോതിൽ നടന്നിട്ടുണ്ട് ബി.ജെ.പിക്ക് അനുകൂലമായി എന്നുള്ളതും ഒരു ഭാഗത്ത് നിൽക്കുന്നു. SIR-ൻ്റെ ഇമ്പാക്റ്റ് വലിയ തോതിൽ തന്നെ ഉണ്ട്. 90 ലക്ഷം വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ട് അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല 27 ലക്ഷം വോട്ടുകൾ അതിൻ്റെ നിയമപരമായ ചില കുടുക്കുകളിൽ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വലിയ തോതിൽ വോട്ടുകൾ ഇല്ലാത്ത ഒരു സാഹചര്യം തൃണമൂൽ കോൺഗ്രസിനെ പിന്നോക്കം വലിച്ചിരിക്കുന്നു. മാത്രമല്ല വലിയ സംഘർഷത്തിലേക്ക് ബംഗാൾ നീങ്ങുന്നു എന്നുള്ള ചില സൂചനകളാണുള്ളത്. അസൻസോളിലും മറ്റും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസിന് നേരെ വലിയ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മമതാ ബാനർജി അല്പസമയം മുമ്പ് ഭവാനിപൂരിലെ കൗണ്ടിംഗ് സെന്ററിൽ എത്തിയിരിക്കുന്നത് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുണ്ട്. അവിടെ വോട്ടുകൾ തിരിമറി നടക്കുന്നു, ബാലറ്റ് പെട്ടികൾ മാറ്റുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഏതായാലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയം തന്നെയാണ്. 35 കൊല്ലത്തെ ഇടത് ഭരണത്തെ തൂത്തെറിഞ്ഞ മമതാ ബാനർജി 15 കൊല്ലം മുമ്പ് അധികാരത്തിൽ വന്ന ബംഗാളിൽ ഇപ്പോൾ ബി.ജെ.പി അധികാരത്തിൽ വരുന്നു എന്നുള്ളതാണ് വലിയ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ബംഗാൾ ഒരുങ്ങുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശരി വസന്ത്, 1.5 പതിറ്റാണ്ടിന് ശേഷം 200 സീറ്റ് നേടിയാണ് ബി.ജെ.പി ബംഗാളിലേക്ക് അവരുടെ രംഗപ്രവേശം അറിയിക്കുന്നത്. കഴിഞ്ഞ തവണ നല്ല സീറ്റുകൾ കിട്ടിയിരുന്നെങ്കിലും അവരുടെ ഭരണത്തിലേക്ക് എത്താനുള്ള അവരുടെ ഒരു ആഗ്രഹം സഫലമായില്ല. പക്ഷേ ഇത്തവണ അത് പ്രതീക്ഷിച്ചതിലും ഏറെ ഉയരത്തിലായി.